സന്തോഷേട്ടാ, ഇതെന്താ പരിപാടി? ഇത് പരിപാടി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. ഇതെന്താ മോക്ക ആകെ വീട്ടിൽ വല്ലപ്പോഴും കാണുന്നത്? ഉള്ള സമയത്ത് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് മുടിയിൽ നമ്മുടെ ഇപ്പം ഈ മുടിയുടെ പ്രത്യേകത ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞാലേ ഈ ഇപ്പൊ കുട്ടികളുടെയൊക്കെ മുടി കാണുമ്പോൾ മനസ്സിലാവും മൊത്തം പൊഴിഞ്ഞു പോകുന്നൊരു രീതി. അതുപോലെ നല്ല ഉള്ളുണ്ട്, അതുപോലെ കളറും ഉണ്ട്, നല്ല കളർ. അതുപോലെ വൈഫിന്റെ മുടി കണ്ടോ, ഇത് കണ്ടോ. അപ്പൊ ഇത് മെയിനായിട്ട് തൈറോയ്ഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. അപ്പൊ തൈറോയ്ഡ് ഉള്ള സമയത്ത് മുടി ഭയങ്കരമായിട്ട് പോകേണ്ടതാ. ഹെയർ ഓയിലിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 13 വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചുവന്ന കറ്റാർവാഴ, ചെങ്കുമാരി എന്ന് പറഞ്ഞൊരു കറ്റാർവാഴയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് GMP സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കമ്പനിയിൽ ലാബും എല്ലാം ഉണ്ട്. നമുക്ക് അവിടെ ഹെവി മെറ്റൽസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കൃത്യമായിട്ട് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ചേരുന്ന മെഡിസിൻ എല്ലാം ജീവനുള്ളതാണ്. നമ്മൾ തന്നെ എണ്ണയാട്ടി അതിനെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 13 വർഷത്തെ ഈ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരാളും രണ്ടുപേരും അല്ല, ഓരോ വീഡിയോ 4-5 മില്യനൊക്കെ വരുന്നത്. സന്തോഷനെ സംബന്ധിച്ച് പുറത്തുനിന്നും ആളെ വിളിക്കേണ്ട, നമ്മൾ പിന്നെ ഈ കാണുന്നുണ്ടല്ലേ, ഇതൊരു 1600 ഔഷധ ചെടിയെ വീടാണോ കാടാണോ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാൻ എല്ലാവരും പറയാറുണ്ട്, ഇത് ആദ്യം വീട്ടിലുള്ളവരെ റെഡിയാക്ക്, അത് കഴിഞ്ഞിട്ട് ഇതാണ്. ഇതിൻ്റെ വേറൊരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവരെ എല്ലാം ഇതേപോലെ മുടി, അതുപോലെ മൂത്ത ആളും ഇതുപോലെ തന്നെയാണ്. പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു മോനുണ്ട്, അത് മോനാണോ മോളാണെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മുടിയാണ്. കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർ, ഈ നാട്ടുകാർ, നമ്മുടെ ഈ നാട്ടുകാർ തന്നെ റിസൾട്ട് നല്ലതായിട്ട് പറയുന്നുണ്ട്, അവർ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലരും ചോദിക്കാറുണ്ട് ഈ ഷാമ്പൂവിൻ്റെ കാര്യം. ഷാമ്പൂ ഉപയോഗിച്ചാൽ ഉപയോഗിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് അതിന് പകരമായിട്ട് ഒന്നീ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ താളി ഉപയോഗിക്കുമ്പോൾ പനി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരം നമ്മളൊരു സോപ്പുണ്ട്, അത് ചാർക്കോൾ സോപ്പ് എന്ന് പറഞ്ഞ സോപ്പാണ്. അപ്പോൾ ഈ സോപ്പാണിത്. ഇതിന് മണം ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് എണ്ണമയം ഉണ്ട് കണ്ടോ. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ കരിമഞ്ഞൾ സോപ്പാണ്. ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ മെഡിസിൻ ചേർത്ത് കറക്റ്റാക്കി ചാർക്കോൾ കൊണ്ട് ചെയ്ത സോപ്പാണ്. മെയിനായിട്ട് നിങ്ങൾ ചാർക്കോളിൻ്റെ വിലയൊക്കെ തിരക്കിൽ അറിയാൻ പറ്റും. ഈ സോപ്പിൻ്റെ പ്രത്യേകം ഇതും നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് 4ആയിട്ട് മുറിച്ച് ഒരു പീസാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. കാരണം ഇത് പെട്ടെന്ന് തേഞ്ഞ് പോകണ്ട. അപ്പോൾ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് കെമിക്കൽ വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് pH എല്ലാം കറക്റ്റാണ്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഇറക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കിത് ശരീരത്തുണ്ടാകുന്ന പൊരികണ്ണി പോലുള്ള സാധനങ്ങൾ, പാടുകൾ, ഇങ്ങനെയുള്ള സാധനമെല്ലാം മാറും. അതുപോലെ ഒരു പരിധി വരെ താരന് വലിയൊരു ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം. നല്ല മണമുണ്ട്, തീരുന്നവരെ മണമുണ്ട്. അങ്ങനെ റിസൾട്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ല റിസൾട്ടുള്ള സാധനമാണ്. മാക്സിമം 200 ml എണ്ണയെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. വാങ്ങുവാണെങ്കിൽ ഇത് കോംബോ ആയിട്ട് വാങ്ങിക്കുക. അപ്പോൾ രണ്ടും കൂടി ഉപയോഗിച്ചിട്ട് നിങ്ങൾ റിസൾട്ട് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിലെ നമ്പറുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാം. സന്തോഷേട്ടാ, ഇതെന്താ പരിപാടി? ഇത് പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. ഇതെന്താ മോക്ക